യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് സന്ദേശം 22-ാം ദിവസം. ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം പുൽത്തൊട്ടിയിൽ ജനിച്ച ഈശോ. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, അവനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ഈശോ ജനിച്ചത് രാജകൊട്ടാരത്തിലല്ല, സമ്പന്നരുടെ വീട്ടിലല്ല, മറിച്ച് പുൽത്തൊട്ടിയിലാണ്. എന്തുകൊണ്ടാണ് ഈശോ പുൽത്തൊട്ടിയിൽ ജനിച്ചത്? അതൊരു അടയാളമാണ്. ഈ അടയാളത്തിൽ നിന്ന് 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി, ഈശോ പുൽത്തൊട്ടിയിൽ ജനിച്ചത് എല്ലാവർക്കും സംലഭ്യനാകാൻ വേണ്ടിയാണ്. രാജകൊട്ടാരത്തിൽ ജനിച്ചവനെ കാണണമെങ്കിൽ അവിടേക്ക് പോയി പലരുടെയും അനുവാദം വാങ്ങിക്കണം. അവിടെ ചുറ്റുമതിലുണ്ടാകും, അവിടെ കാവൽക്കാരുണ്ടാകും, അവരെ സേവകരുണ്ടാകും. അങ്ങനെ എല്ലാവരെയും കടന്നു വേണം ഈ ശിശുവിനെ ആരാധിക്കാൻ. എന്നാൽ വെറുതെ തുറന്ന സ്ഥലത്ത് ഒരു തൊഴുത്തിൽ പുൽത്തൊട്ടിൽ ജനിച്ച ശിശുവിനെ കാണാൻ ആർക്കും പോകാം, എല്ലാവർക്കും സമീപിക്കാം. അതുകൊണ്ടാണ് രാജാക്കന്മാർക്ക് കാണാൻ സാധിച്ചത്, ആട്ടിടയന്മാർക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ എല്ലാവർക്കും സംലഭ്യനാകാൻ വേണ്ടിയാണ് ഈശോ പുൽത്തൊട്ടിയിൽ ജനിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട്, പുൽത്തൊട്ടി ജന്തുക്കൾക്ക് ആഹാരം ലഭിക്കുന്ന സ്ഥലമാണ്. മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന പ്രത്യേക സ്ഥലം. ഇവിടെയാണ് ഈശോ ജനിക്കുന്നത്. കാരണം എന്താണ്? ഈശോ ഈ ലോകത്തിന് ജീവാഹാരമായി വന്നവനാണ്. മനുഷ്യർക്ക് ആഹാരം നൽകാൻ ജീവാഹാരമായി ഈ ലോകത്തിലേക്ക് വന്ന ഈശോ മൃഗങ്ങൾക്ക് ആഹാരം ലഭിക്കുന്ന സ്ഥലത്ത് ജനിക്കുമ്പോൾ താൻ ആഹാരമാകാനുള്ളവനാണ് എന്ന ചിന്ത നൽകുന്നു. മൂന്നാമതായിട്ട്, അന്നാളുകളിൽ ആട്ടിടയന്മാർ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടേണ്ട ആട്ടിൻകുട്ടികളെ പ്രത്യേകമായി പിള്ളക്കച്ചുകൾ കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുമായിരുന്നു. അവയ്ക്ക് യാതൊരു കേടും കൂടാതെ ദേവാലയത്തിൽ സമർപ്പിക്കാനായി അവയെ പിള്ളക്കച്ചുകൾ കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുമായിരുന്നു. ഈശോയെ ഇങ്ങനെ പിള്ളക്കച്ചുകൾ കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിച്ചപ്പോൾ ഈശോയും അർപ്പിക്കപ്പെടാനുള്ള ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്ന ചിന്ത നൽകുകയാണ് ചെയ്തത്. ഈശോ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനത്തിലും 1-ാം അധ്യായം 36-ാമത്തെ വചനത്തിലും സ്നാപക യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുന്നു, ഇവൻ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. അതുകൊണ്ട് ആട്ടിടയന്മാർ കുഞ്ഞാടുകളെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് പോലെ യേശുവിനെയും പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പിന്നീട് അർപ്പിക്കപ്പെടാനുള്ള കുഞ്ഞാടാണ് ഈ ഈശോ എന്ന്. ഈ 3 വലിയ കാര്യങ്ങളാണ് ഈ പുൽത്തൊട്ടിയിൽ ജനിച്ച ഈശോയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എല്ലാവരെയും സ്വീകരിക്കുന്ന, എല്ലാവർക്കും സമീപിക്കാൻ സാധിക്കുന്ന യേശുവിൻ്റെ അടുത്തേക്ക് പോയി യേശുവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.